കാച്ചത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ആ വീട്ടിൽ മറ്റുള്ളവരൊക്കെ ജോലിക്കും പഠിക്കാനൊക്കെ പുറത്തു പോയ ദിവസം അന്ന് ഭാസ്കരനും നിധിയും മാത്രമായിരിക്കും വീട്ടിലുള്ളത്. നിധിയെ കണ്ടതും ഭാസ്കരൻ ഒന്നും മിണ്ടാതെ മുഖം വെട്ടിച്ച് നടന്നു. അത് കണ്ടപ്പോൾ നിധിക്ക് വല്ലാത്ത സങ്കടം തോന്നി. നിധിക്ക് സങ്കടം സഹിക്കാനായില്ല. അവൾ വേഗം ഓടിച്ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛ എന്നോടിങ്ങനെ? എന്നെ കാണുമ്പോൾ അച്ഛൻ എന്താ ഒന്നും മിണ്ടാതെ പോകുന്നത് എന്ന് ചോദിക്കും. ഇവിടെ ഇപ്പോൾ വേറെ ആരുമില്ലല്ലോ, അച്ഛൻ കുറച്ചു നേരം ഒന്ന് ഇവിടെ ഇരിക്ക്. അപ്പോൾ ഭാസ്കരൻ പറയുന്നത്, ഞാനെന്തിനാ മോളെ ഇവിടെ ഇരിക്കുന്നത്? നമ്മൾ ഒരേ പ്രായക്കാരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാമായിരുന്നു. ഇതിപ്പോൾ ഈ വയസ്സായ ഞാൻ നിന്നോട് എന്ത് പറയാനാണെന്ന് പറയും. അന്നേരം നിധി വിട്ടുകൊടുത്തില്ല. അതൊക്കെ സംസാരിക്കാം അച്ഛാ, വിശേഷങ്ങളൊക്കെ പറഞ്ഞൂടെ? നിധി അങ്ങനെ പറഞ്ഞുവെങ്കിലും മൈൻഡ് ചെയ്യാതെ ഭാസ്കരൻ വീണ്ടും ഒരു ബീഡി എടുത്തിങ്ങനെ കത്തിക്കാൻ നോക്കി. അന്നേരം നിധി തന്നെ നോക്കുന്നത് കണ്ടപ്പോൾ അയാൾ പെട്ടെന്ന് നിങ്ങൾ താഴെ വെച്ചു. എന്നിട്ട് ചമ്മൽ മറക്കാൻ വേണ്ടി പറഞ്ഞു, നിന്നെ കണ്ട് പേടിച്ചിട്ടൊന്നുമല്ല ഞാനിത് മാറ്റിവെച്ചത്, എനിക്ക് വേണ്ട എന്ന് തോന്നി, അത്ര തന്നെ എന്ന് പറയും. നിധി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊക്കെ എനിക്ക് മനസ്സിലായി അച്ഛാ. അച്ഛൻ പഴയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറ. പണ്ട് അമ്മയുടെ കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ ആരോ വന്നതുകൊണ്ട് അത് നിർത്തിയതല്ലേ, അതിൻ്റെ ബാക്കി കൂടെ പറ. അച്ഛനും അമ്മയും തമ്മിലുള്ള കല്യാണം എങ്ങനെയായിരുന്നു? ലളിതാൻ്റിയുമായിട്ട് അച്ഛൻ എന്തിനാ പിണങ്ങി നിൽക്കുന്നത്? അവരൊക്കെ ഇപ്പോഴും നമ്മളോട് സഹകരിക്കുന്നുണ്ടെങ്കിൽ ഈ വീട് നമുക്ക് നല്ലോണം ഒന്ന് പണിയാമായിരുന്നു. എന്താ അച്ഛാ നിങ്ങൾക്കിടയിൽ എന്താ ഉണ്ടായത് എന്ന് ചോദിക്കും. എനിക്കറിയാം, അവർ കാരണമാണ് അച്ഛൻ്റെ ജീവിതത്തിൽ എന്തോ വലിയ നഷ്ടമുണ്ടായിരിക്കുന്നത് എന്ന്. അതൊന്ന് പറ അച്ഛാ. നിധി വീണ്ടും നിർബന്ധിക്കുന്ന സമയത്തിന് ഭാസ്കരൻ ഒന്ന് നിശ്വസിച്ചു. എന്നിട്ട് ഭാസ്കരൻ പറഞ്ഞത്, നീ ഒന്ന് പോ നിധി, എനിക്കതൊന്നും ഓർക്കാൻ പോലും വയ്യ. പക്ഷേ നിധി വീണ്ടും നിർബന്ധിച്ചപ്പോൾ അയാൾ ആ സത്യം തുറന്നു പറഞ്ഞു. മോളെ, ഞാനും നിന്റെ അമ്മായിയും, അതായത് സുഭാഷിൻ്റെ അമ്മയും തമ്മിൽ പ്രണയിച്ച് തന്നെയാണ് കല്യാണം കഴിച്ചത്. അവളെ ഞാൻ വിവാഹം കഴിച്ച് കൊണ്ടുവന്ന അന്ന് മുതൽ തന്നെ ലളിതയ്ക്കും അവളുടെ ഭർത്താവിനും ഈ ബന്ധത്തിനോട് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. എങ്കിലും ഞങ്ങൾ സന്തോഷത്തോടെ തന്നെ ജീവിച്ചു. അവളെ ഞാൻ പൊന്നുപോലെ നോക്കി. അന്ന് ലളിതയുടെ ഭർത്താവ് ഗൾഫിലായിരുന്നു. കുറെ കഴിഞ്ഞാണ് അയാൾ നാട്ടിലേക്ക് വരുന്നത്. വന്നപ്പോൾ തന്നെ അയാൾ സുഭാഷിൻ്റെ അമ്മയെ കാണാനിടയായി. അവൾ നല്ല സുന്ദരിയായിരുന്നു. ആ ഭംഗിയാണ് എൻ്റെ 4 ആൺമക്കൾക്കും കിട്ടിയിരിക്കുന്നത്. അയാൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിലേക്ക് വരുമായിരുന്നു. സ്നേഹമുള്ളത് കൊണ്ട് തന്നെ നമ്മളൊന്നും തന്നെ സംശയിച്ചില്ല. പക്ഷേ അയാൾ വന്ന് അവളോട് മോശമായി സംസാരിക്കാനും ദേഹത്തൊക്കെ കൈവെക്കാനും തുടങ്ങി. അവളത് എന്നോട് പറഞ്ഞു. ഞാൻ ആദ്യം അതത്ര കാര്യമാക്കിയില്ല. പക്ഷേ ശല്യം കൂടിയപ്പോൾ അവൾ പറഞ്ഞു ഇത് അയാളോട് പറഞ്ഞ് വിലക്കണമെന്ന്. അന്ന് ഞാനാണ് അവളോട് പറഞ്ഞത്, നീ അയാൾ വരുമ്പോൾ കൂടുതൽ അടുക്കാനൊന്നും നിൽക്കണ്ട. ഇത് ലളിത അറിഞ്ഞ അവൾക്ക് അത് വലിയ വിഷമമായിരിക്കുമെന്ന്. നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നും പറഞ്ഞു. അവൾ അത് സമ്മതിച്ചു. പിന്നെ അവൾ അയാൾക്ക് മുഖം കൊടുക്കാറേ ഇല്ലായിരുന്നു. ഒരു ദിവസം ഞാൻ ദൂരെ പണിക്ക് പോയി കഴിഞ്ഞു വരുമ്പോഴേക്കും അയാൾ എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ വേഗം ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവൾ തറയിൽ തലയടിച്ച് ചോര വാർന്നു കിടക്കുന്നതാണ് കണ്ടത്. അയാൾ എന്തോ അവളെ ചെയ്യാൻ നോക്കിയപ്പോൾ അവൾ തടഞ്ഞതാവണം. അയാൾ തള്ളിയിട്ടപ്പോൾ തല എവിടെയോ ഇടിച്ച് ആ കിടപ്പിൽ കിടന്ന് അവൾ അങ്ങ് പറഞ്ഞു, ഭാസ്കരേട്ട, ഞാൻ പോകുന്നു, എൻ്റെ മക്കളെ നല്ലോണം നോക്കിയേക്കണമെന്ന് അങ്ങനെ പറഞ്ഞു. അതിനുശേഷം അവൾ അങ്ങ് മരിച്ചു. പോലീസ് വന്നപ്പോൾ ഞാൻ മാത്രമാണ് ആ മുറിയിലുണ്ടായിരുന്നത്. നാട്ടുകാരൊക്കെ കരുതിയത് ഞാനാണ് അവളെ കൊന്നതെന്നാണ്. പക്ഷേ എനിക്കൊന്നും തന്നെ മിണ്ടാൻ പറ്റില്ലായിരുന്നു. ഞാൻ അപ്പോൾ ആലോചിച്ചത് എൻ്റെ പെങ്ങൾ ലളിതയെയും അവളുടെ മോളെയും പറ്റിയിട്ടാണ്. അയാൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവരനാഥയായിരിക്കും. പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയിട്ട് ജീവിക്കണം? എൻ്റെ ഭാര്യ പോയി, ഇനി ഞാൻ ജയിലിൽ പോകുന്നതാണ് നല്ലതെന്ന് കരുതിയിട്ട് ഞാനാണ് കൊന്നതെന്ന് ഞാൻ തന്നെ ആ പോലീസുകാരോട് പറഞ്ഞത്. ഇത് കേട്ട ഉടൻ തന്നെ നിധി ആകെ ഞെട്ടിപ്പോയി. നിറ കണ്ണുകളോട് കൂടെ തന്നെ നിധി പറയുന്നുണ്ട്, അച്ഛാ, അച്ഛൻ എന്തിനാ അങ്ങനെ ചെയ്തത്? എല്ലാവരുടെയും മുന്നിൽ വെച്ച് അച്ഛൻ ഇപ്പോൾ ഒരു കൊലപാതകയായില്ലേ? അയാൾ ഇപ്പോഴും സുഖമായി തന്നെ സന്തോഷമായി കുടുംബവുമായി ജീവിക്കുന്നു. തെറ്റ് ചെയ്യാത്ത അച്ഛൻ ഒരിക്കലും ശിക്ഷിക്കപ്പെടരുതായിരുന്നു. അച്ഛൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു. ഭാസ്കരൻ പറയുന്നുണ്ട്, മോളെ, അന്ന് എനിക്ക് അങ്ങനെ ചെയ്യാനേ തോന്നിയതുള്ളൂ. അവളില്ലാത്ത ലോകത്ത് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. മക്കൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതി. നിധി ചോദിക്കുന്നുണ്ട്, എന്നിട്ടും അച്ഛൻ എന്താ ഇത് ലളിതാൻ്റിയോട് പറയാതിരുന്നത്? അവരുടെ ഭർത്താവാണ് എല്ലാം തകർത്തത് എന്ന കാര്യം അവരും കൂടി അറിയണ്ടേ? അച്ഛൻ ചെയ്ത ത്യാഗം അതൊന്നും അവരറിയുന്നില്ലല്ലോ. ഭാസ്കരൻ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല മോളെ, ഞാൻ ഇനി മരിക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് പോകും. നിധി ഉറപ്പിച്ചു പറഞ്ഞു, ഇല്ല അച്ഛാ, സുനന്ദയും ലളിതാൻ്റിയും ഈ ഒരു കാര്യം അറിയണം. അവർ അച്ഛൻ്റെ കാൽക്കൽ വീണ് മാപ്പ് പറയണം. എങ്കിലേ സുഭാഷേട്ടൻ്റെയും സുനന്ദയുടെയും കല്യാണം നടക്കുള്ളൂ. ഭാസ്കരൻ തടയുന്നുണ്ട്, വേണ്ട മോളെ, നീ ആയിട്ട് ഇതൊന്നും അവരോട് പറയരുത്. അവർക്കതൊരിക്കലും താങ്ങാൻ പറ്റില്ല. പക്ഷേ നിധി മനസ്സിൽ ഉറപ്പിച്ചു ഇത് പറയണമെന്ന കാര്യം. പിറ്റേന്ന് അമ്പലത്തിൽ വെച്ച് ലളിതയും സുനന്ദയും കണ്ടപ്പോൾ നിധി കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ലളിത ആദ്യം ദേഷ്യപ്പെട്ടുവെങ്കിലും നിധി സത്യം വെളിപ്പെടുത്തുമ്പോൾ അവർ ആകെ തകർന്നു പോയി.
നിങ്ങളുടെ ഭർത്താവ് കാരണമാണ് സുധീഷേട്ടന് അവരുടെ അമ്മയെ പോലും നഷ്ടപ്പെട്ടത്. ആൻറ്റി അനാഥയാകുമെന്ന് കരുതിയിട്ടാണ് അച്ഛൻ ആ ഒരു കുറ്റം ഏറ്റെടുത്തത് എന്ന് നിധി പറഞ്ഞപ്പോൾ ലളിത വിശ്വസിക്കാനാവാതെ നിന്നു. സത്യം തിരിച്ചറിഞ്ഞ ലളിത നേരെ ഭാസ്കരൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അയാളുടെ കാലിൽ വീണ് കരഞ്ഞുകൊണ്ട് തന്നെ മാപ്പ് പറയാണ്. ഏട്ടാ, എന്നോട് ക്ഷമിക്ക്, ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല എന്നൊക്കെ പറയും. എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഏട്ടൻ ഇത്രയും വലിയ ത്യാഗം ചെയ്തിരുന്നോ? ആ ദുഷ്ടനാണോ എൻ്റെ ഏട്ടത്തിയമ്മയെ കൊന്നത്? അന്ന് ഏട്ടൻ എന്നോട് ഈ സത്യം തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ആ വൃത്തികെട്ടവൻ്റെ കൂടെ ഞാൻ ഇത്രയും കാലം താമസിക്കില്ലായിരുന്നു. എനിക്ക് ലജ്ജ തോന്നുന്നു ഏട്ടാ, ഭാസ്കരൻ അവളെ ആശ്വസിപ്പിച്ച് പറഞ്ഞു. പോട്ടെ ലളിതേ, നിന്റെ ജീവിതം ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഇനി നമുക്ക് അതൊക്കെ മറക്കാം. ലളിത പറയുന്നത് ഇല്ല ഏട്ടാ, അയാളെ ഞാൻ ഇനി വിടില്ല. അയാൾ ഇനി അനുഭവിക്കട്ടെ. ഇനി സുഭാഷിൻ്റെയും സുനന്ദയുടെയും കല്യാണം തന്നെ നമുക്ക് നടത്തണം. ഈ അനിയത്തി ഏട്ടൻ്റെ കൂടെ എന്നും തന്നെ ഉണ്ടാവും. ലളിതയുടെ വാക്ക് കേട്ടപ്പോൾ ഭാസ്കരനത് വലിയ സന്തോഷമായി. തൻ്റെ സഹോദരി സത്യം അറിഞ്ഞല്ലോ. സത്യം മനസ്സിലാക്കിയതിന് ശേഷം ലളിത നേരെ വീട്ടിലേക്ക് കയറി ചെന്നതിന് ശേഷം തൻ്റെ ഭർത്താവിനെ അവിടെ നിന്നങ്ങ് ആട്ടിപ്പായിച്ചു. ഇനി എൻ്റെ ഭർത്താവാണെന്നോ മകളുടെ അച്ഛനാണെന്നോ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേക്കരുത്. സ്വന്തം സഹോദരി പോലെ കാണേണ്ട ഒരു പെണ്ണിനെ പീഡിപ്പിച്ചിട്ട് അവളെ അങ്ങ് കൊന്നു കളഞ്ഞതിന് ശേഷം ഒന്നും അറിയാത്തതുപോലെ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നോ? ഇത്രയും കാലം നിങ്ങൾ ചേർന്നിട്ട് എന്നെ ചതിക്കുമായിരുന്നല്ലേ? എൻ്റെ ഏട്ടൻ്റെ ജീവിതം പോലും നിങ്ങൾ നശിപ്പിച്ചു. എൻ്റെ ഏട്ടൻ്റെ മക്കൾക്ക് നിങ്ങൾ അമ്മയില്ലാതാക്കി. ആ കുഞ്ഞു മക്കളുടെ ജീവിതം പോലും നിങ്ങൾ ഇല്ലാതാക്കി. ഇത്രയൊക്കെ ക്രൂരത ചെയ്ത് നിങ്ങളെ എനിക്കിനി ഭർത്താവായിട്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ലളിത അയാളെ അവിടെ നിന്നും അങ്ങ് ആട്ടി പുറത്താക്കി. അയാൾ മാപ്പ് ചോദിച്ചുവെങ്കിലും ലളിത അതിനൊന്നും തന്നെ വഴങ്ങിയില്ല. അവസാനം ഭാസ്കരൻ്റെ മക്കളും ആ ഒരു സത്യം തിരിച്ചറിയുന്നുണ്ട്. അവരൊക്കെ വന്നിട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ച് അച്ഛനോടങ്ങ് മാപ്പ് ചോദിക്കുകയാണ്. ഇത്രയും കാലം സ്വന്തം അച്ഛൻ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ മക്കളൊക്കെ ഒരുപാടധികം ഭാസ്കരനെയൊക്കെ കുറ്റപ്പെടുത്തിയതായിരുന്നു. ആ ഒരു കുറ്റപ്പെടുത്തിയതിൽ അവരൊക്കെ ഒരുപാടധികം സങ്കടപ്പെട്ടു. ഭാസ്കരൻ അവരെല്ലാവരെയും ചേർത്ത് പിടിച്ചു. ഭാസ്കരൻ്റെ കുടുംബത്തിലെ സത്യങ്ങൾ പുറത്തു വന്നതോടുകൂടെ തന്നെ ആ വീട് പഴയ ഉത്സവ പ്രതീതിയിലേക്ക് മാറുകയായിരുന്നു. ലളിത തൻ്റെ ഭർത്താവിനെ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതോടുകൂടെ തന്നെ മനസ്സിന് വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയതുപോലെ തോന്നി. അവൾ നേരെ ചെന്ന് ഭാസ്കരൻ്റെ അടുത്തേക്കാണ്. ഏട്ടാ, ഇത്രയും കാലം ഞാൻ ഏട്ടനെ ഒരുപാടധികം വേദനിപ്പിച്ചു. കൺമുന്നിലെ സത്യം കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. ലളിതയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഭാസ്കരൻ അവളുടെ തലയിൽ കൈവച്ചുകൊണ്ട് തന്നെ അനുഗ്രഹിച്ചു. അതൊക്കെ പോട്ടെ മോളെ, ഇപ്പം നീ ഏതായാലും സത്യം അറിഞ്ഞല്ലോ, അത് മതി എനിക്ക്. നിനക്കൊരു പെൺകുട്ടിയാണുള്ളത്. നിന്റെ ജീവിതം ഒരിക്കലും തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറയാണ് ഭാസ്കരൻ. നിധി ഇടപെട്ടതോടുകൂടി തന്നെ വീണ്ടും സുഭാഷും സുനന്ദയും തമ്മിലുള്ള ആ ഒരു കല്യാണത്തിലുള്ള തടസ്സങ്ങളെല്ലാം തന്നെ നീങ്ങി. ലളിത തന്നെ മുൻകൈയെടുത്ത് സുഭാഷിൻ്റെയും സുനന്ദയുടെ വിവാഹം നിശ്ചയിച്ചു. ആ പഴയ വീട് പുതുക്കി പണിയാനുള്ള പ്ലാനുകളെല്ലാം തന്നെ നിധി തയ്യാറാക്കുന്നുണ്ടായിരുന്നു. അന്നേരം ലളിത അങ്ങോട്ടേക്ക് വന്നു. അവൾ തൻ്റെ ആഭരണങ്ങളടങ്ങിയ ഒരു ചെറിയ പെട്ടി ഭാസ്കരന് മുന്നിലേക്ക് വെച്ചു. ഇതെന്താ മോളെ? ഭാസ്കരൻ അത്ഭുതത്തോട് ചോദിച്ചു. ഏട്ടാ, ഈ വീട് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കണം. ആ കുറ്റവാളികളുടെ കൂടെ ജീവിച്ചപ്പോൾ എനിക്ക് കിട്ടിയതൊന്നും തന്നെ എനിക്ക് വേണ്ട. ഇതെൻ്റെ അമ്മ എനിക്ക് തന്നതാണ്. നമ്മുടെ വീട് എൻ്റെ ഏട്ടത്തിയമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ സുന്ദരമാക്കണം. സുഭാഷിൻ്റെയും സുനന്ദയുടെയും വിവാഹം നടത്തണം. എന്നിട്ട് അവർക്കിവിടെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്നൊക്കെ പറയാണ് ലളിത. ഭാസ്കരൻ്റെ 4 ആൺമക്കളും അച്ഛനോടുള്ള കടപ്പാടിൽ വികാരധീനനായിരുന്നു. സുഭാഷ് തൻ്റെ അച്ഛൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു പറഞ്ഞു. അച്ഛ, അച്ഛൻ അനുഭവിച്ച ഈ ജയിൽവാസം ഞങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നെഞ്ചു പൊട്ടുന്നു അച്ഛ. ഇനി അച്ഛനെ ഞങ്ങൾ ഒരു കുറവും അറിയിക്കാതെ നോക്കിക്കോളാം. ഭാസ്കരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ നന്നായി ജീവിക്കുന്നത് കാണാനാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന്. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു ദിവസം വന്നെത്താണ്. വളരെ ലളിതമായി എന്നാൽ സന്തോഷത്തോടു കൂടി തന്നെ സുഭാഷിൻ്റെയും സുനന്ദയുടെയും ആ ഒരു വിവാഹം അങ്ങ് നടക്കുകയാണ്. അമ്പലത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഭാസ്കരൻ ലളിതയും ഒരേ മനസ്സോടുകൂടി തന്നെ ആ ദമ്പതികളെ അനുഗ്രഹിച്ചു. നിധിയാണ് എല്ലാത്തിനും നേതൃത്വം നൽകിയത്. ഒരു വലിയ വിദ്വേഷത്തിൻ്റെ മതിലാണ് നിധിയുടെ സത്യസന്ധതയിലൂടെ തകർന്നു വീണത്. ഭയവും കുറ്റബോധവും മാറിയപ്പോൾ സ്നേഹം ആ കുടുംബത്തിലങ്ങ് തിരിച്ചെത്തി. ഭാസ്കരൻ നേരെ ആകാശത്തേക്ക് നോക്കി മന്ത്രിച്ചു. കണ്ടോടി, നമ്മുടെ മക്കൾ സുഖമായിരിക്കുന്നു. ദൂരെ ആകാശത്തിൽ നിന്ന് ഒരു നക്ഷത്രം തിളങ്ങുന്നത് പോലെ അയാൾക്കന്നേരം നോക്കി. അയാൾ ആ നക്ഷത്രത്തെ നോക്കിയിട്ട് ഇങ്ങനെ പുഞ്ചിരിക്കുകയാണ്. സുഭാഷിൻ്റെയും സുനന്ദയുടെയും വിവാഹത്തിന് നാട്ടുകാരെല്ലാവരും തന്നെ സാക്ഷ്യം വഹിച്ചു. ഒരു കാലത്ത് പരസ്പരം മിണ്ടാതിരുന്ന കുടുംബങ്ങൾ ഇന്ന് ഒരേ പന്തലിൽ. നിധി അന്ന് ഒരു മാലാഖയെ പോലെ ഓടി നടന്ന് കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചു. വിവാഹ ദിവസം ഭാസ്കരൻ തൻ്റെ മകളെയും മരുമകളെയും കൈകൾ ചേർത്ത് പിടിച്ചപ്പോൾ അയാളുടെ കണ്ണെല്ലാം നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അത് സങ്കടം കൊണ്ടല്ല, മറിച്ച് തൻ്റെ ജീവിതം സഫലമായതിൻ്റെ സന്തോഷം കൊണ്ടായിരുന്നു. ഇതേ സമയം ലളിത നൽകിയ പരാതിയിൽ അവളുടെ മുൻ ഭർത്താവിനെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അയാൾ ചെയ്ത ക്രൂരതയ്ക്ക് അർഹമായ ശിക്ഷ വൈകാതെ തന്നെ ലഭിച്ചു. ഭാസ്കരൻ്റെ പേരിൽ അന്ന് വീണ ആ കറുത്ത പുള്ളി മാഞ്ഞു പോയിരുന്നു. ഇന്ന് നാട്ടുകാരുടെ കണ്ണിൽ അയാൾ ഒരു കൊലപാതകിയല്ല, മറിച്ച് തൻ്റെ സഹോദരിക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം ബലി നൽകിയ ഒരു വലിയ മനുഷ്യനാണ്.
അങ്ങനെ നിധിയുടെ തന്ത്രപരമായ ഇടപെടലോടുകൂടി തന്നെ ആ ഒരു കുടുംബം വീണ്ടും ഒന്നിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.